കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനി മരിച്ചു. നവംബർ 4-നാണ് രജനി കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയത്. ആദ്യം ചികിത്സ തേടിയപ്പോൾ യഥാർത്ഥ രോഗം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് രജനിയും കുടുംബവും ആരോപിച്ചിരുന്നു. അനൽക സെയ്തുണ്ട് നമുക്കൊപ്പം. അനൽക, ഇന്നലെ നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തതാണ്. രജനി ഗുരുതരാവസ്ഥയിലാണ് എന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ. ലക്ഷ്മി, നമ്മളിന്നലെ ന്യൂസ് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് രജനി മരിച്ചത്. കാരണം ഇന്നലെ തന്നെ ഡോക്ടർമാർ വൃക്കയുടെ പ്രവർത്തനം ആകെ മോശമായിരുന്നു. നവംബർ 4-നാണ് രജനിയെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ കൃത്യമായി രോഗം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിന് ചികിത്സ നൽകാനോ ഈ കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർമാർ തയ്യാറായില്ല. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രജനിയെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിപ്പിക്കുന്നതും രോഗം കണ്ടെത്തുന്നതും നല്ല വിദഗ്ധ ചികിത്സ നൽകുന്നതും. എന്നാൽ അത് വളരെ വൈകിപ്പോയിരുന്നു. ഇതിപ്പോൾ അതായത് കൃത്യമായി ഈ ചില ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ രജനിക്ക് ഗില്ലെൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഈ ന്യൂറോകളെ ബാധിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള രോഗമായിരുന്നു. അതായത് മസിൽസിനെയും ചെസ്റ്റിനെയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് ശ്വാസതടസ്സം. അതേപോലെ തന്നെ ഈ മറ്റ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ എല്ലാ സാധ്യത ഇതിലുണ്ടായിരുന്നു. എന്നാൽ ഈ തുടക്കത്തിൽ തന്നെ ഈ രോഗം തിരിച്ചറിയാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനോ ശ്രമമൊന്നും നടത്തിയില്ല. കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടർമാർ രജനിക്ക് അതായത് ഈ വേദന കൊണ്ട് കരഞ്ഞപ്പോൾ രജനിക്ക് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണ് നൽകേണ്ടത് എന്നൊരവസ്ഥയിലേക്ക് വരെ ഈ ഡ്യൂട്ടി ഡോക്ടർമാർ എത്തിയിരുന്നു. കാഷ്വാലിറ്റിയിൽ നിന്ന് ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലേക്കും അതേപോലെ തന്നെ ജനറൽ മെഡിസിനിലേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുകയായിരുന്നു. അതായത് യഥാർത്ഥ രോഗം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ പോലും കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർമാർ തയ്യാറായില്ല. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം രജനിയുടെ ബന്ധുക്കൾ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബോഡി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡിൽ തന്നെയാണ്. ഇതിലൊരു തീരുമാനം, അതായത് ബന്ധപ്പെട്ട അധികൃതർ ഇതിലൊരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാതെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തേക്ക് ഇറക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് രജനിയുടെ കുടുംബം എത്തിയിരിക്കുന്നത്. സേതുലക്ഷ്മി. ശരി അൽക, തീർച്ചയായും ഈ വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് രാവിലെ പുറത്തു വരുന്നത്. കാരണം ഇന്നലെ നമ്മളിത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളുമായി അടക്കം സംസാരിച്ചതാണ്. രജനി ഇത്ര വേഗം മടങ്ങും എന്ന് കരുതിയിരുന്നില്ല. ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് എന്നാണ് നിലവിൽ രജനിയുടെ കുടുംബത്തിൻ്റെ ആരോപണം. അനൽക സെയ്താണ് വിവരങ്ങൾ നൽകിയത്.